ഇനി കുട്ടികളെ നമുക്ക് തീർപ്പക്കുട്ടി കഥയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഈ രണ്ടാമത്തെ ഭാഗത്തിൽ കാര്യമായിട്ടൊന്നുമില്ല, ആ സ്ഥലത്തെ വിവരിക്കുന്നതാണ്. നോക്കാലോ. 1981 का साल 1981 कालघट्टम राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിന് അടുത്ത് നസ്ദീക്ക് നമ്മൾ പഠിച്ചതാണ് പാസ്. സവാരി ഗാഡി യാത്രാ വണ്ടികൾ, മാൽഗാഡി ചരക്ക് വണ്ടികൾ, ഗുഡ്സ് ട്രെയിൻ. ട്രെയിനല്ല, വണ്ടി എന്ന് പറയുള്ളൂ, ട്രെയിൻ ആവണമെന്നില്ല, എന്ത് വാഹനമായാലും മതി. പിന്നെ സവാരി യാത്രക്കാരെ കൊണ്ടുപോകുന്ന വണ്ടിയും അതുപോലെ തന്നെ ഗുഡ്സ് വണ്ടികളും ചരക്ക് വണ്ടികളും കൊണ്ട് നിറഞ്ഞ സദാപര എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഫുലേര ജംഗ്ഷൻ. ജംഗ്ഷൻ്റെ പേരാണ് ഫുലേര. അപ്പോൾ ഈ ഫുലേര ജംഗ്ഷൻ എവിടെയാണ്? രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക് ഹെ. രാജസ്ഥാനിൽ ജയ്പൂരിന് അടുത്താണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. അതായത് ഈ ഘടന കഹാം ഘട്ടിത് ഹോത്തി ഹെ? രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക് ഫുലേര ജംഗ്ഷൻ മേ. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. ആ ചെറിയ ടൗണിലെ ഏതാണ്ടെല്ലാം വിജനമായ തെരുവുകളാണ്. ലഗ്ഭഗ് സൂനി ശൂന്യമായ, വിജനമായ, തങ്ക് ഉദാസീനമായ, ഗലി തെരുവ്. അപ്പോൾ വിജനമായി ഉദാസീനമായ തെരുവുകൾ, അത് ആകെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത ഒരു തെരുവ്. ഗലിയോമേ ഖാമോഷ് ഖഡേ ബിജലിക്കെ ഖംബെ. ആ തെരുവുകളിലാണെങ്കിൽ വിജനമായി, ഖാമോഷ് നിശബ്ദമായി നിൽക്കുന്നു, ബിജലിക്കെ ഖംബെ വൈദ്യുതി തൂണുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ. നിശബ്ദമായി, നമുക്കറിയാം ഇലക്ട്രിക് പോസ്റ്റുകൾ നിശബ്ദമായിട്ട് തന്നെയാണ് നിൽക്കും അല്ലേ. അപ്പോൾ അത്രയും നിശബ്ദത, ആ ശൂന്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞൊരു സിനിമയുടെ എങ്ങനെയാണ് നമ്മൾ ക്യാമറ ചലിപ്പിക്കുക, വിജന കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആ തെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആകെ കാണുന്നത് ഇലക്ട്രിക് തൂണുകളാണ്. കമ്പോക്കെ ബീച്ച് കിഞ്ചി താരോങ്കി കത്താരെ. ആ പോസ്റ്റുകൾക്കിടയിൽ, ആ ഇലക്ട്രിക് തൂണുകൾക്കിടയിൽ വലിച്ചിട്ടുള്ള, കിഞ്ചിന വലിച്ചിട്ടുള്ള താരോങ്കി കത്താരെ, താകുന്ന കമ്പിയുടെ കൂട്ടങ്ങൾ, നിരനിരയായിട്ട് കമ്പികൾ ഇങ്ങനെ വലിച്ചിട്ടുണ്ട്. ഇൻ ഗലിയോമേ, ആ തെരുവുകളിൽ ജഹാൻ തഹാൻ ദിക്കായി പടുത്തെ മീട്ടി ഗണ്ടിയാൻ ബജാത്തെ ഫേരി വാലെ. ആ തെരുവുകളിൽ അവിടെ ഇവിടെയായിട്ട് കാണപ്പെടുന്നു മധുരമുള്ള വെല്ല് മുഴക്കിക്കൊണ്ട് പോകുന്ന ഫേരി വാലെ സാധനം ചുമന്നുകൊണ്ട് വിൽക്കുന്നവരെയാണ് ഫേരി വാലെ എന്ന് പറയാം. അപ്പോൾ മധുരമുള്ള സാധനങ്ങൾ വിൽക്കുന്നയാൾ ബെല്ലടിച്ചുകൊണ്ട് പോകുന്നു. ഈ മധുരമുള്ള സാധനങ്ങൾ വിൽക്കുന്നത് ആരെയാണ്? നമുക്ക് നമ്മുടെ നാട്ടിൽ കുൽഫി വിറ്റുകൊണ്ട് പോകുന്ന ആൾ, അല്ലെങ്കിൽ പുല്ലുമിഠായി, അങ്ങനെ ഐസ്ക്രീം, ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റുകൊണ്ട് പോകുന്ന ആൾക്ക്, അങ്ങനെയുള്ളവരാണ് ബെല്ല് പഠിച്ചത്. അതുകൊണ്ടാണ് മധുരമുള്ള ബെല്ല് എന്ന് പറഞ്ഞത്. ബെല്ല് മുട്ടിക്കൊണ്ട് പോയി വിൽക്കുന്നുണ്ട്. ഈ അന്തേരീസി ഗലീമ, ഒരു ഇരുണ്ട തെരുവിൽ ചേസാത്ത് ഗതോങ്കി കുറോങ്കി ടാപ്പോങ്കി ആവാസേ. 6-7 കഴുതകളുടെ കഴുതകളുടെ കുറോങ്കി എന്ന് പറഞ്ഞാൽ ടാപ്പുന്ന കുളമ്പടി ശബ്ദം. ഇപ്പോൾ കുർറോങ്കി ടാപ്പോങ്കി ആവാസ്, അതിൻ്റെ കുളമ്പടി ശബ്ദം. ഈ കഴുതയുടെയും കുതിരയുടെയും ഒക്കെ കാലിൽ ഒരു ലാടെന്ന് പറഞ്ഞ സാധനമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിങ്ങനെ അടിച്ചു കയറ്റിയാണ്, അതിനകത്ത് ഇത് കുളമ്പ് തയഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ സാധനമാണ്. അതുകൊണ്ടാണ് അവ ഓടുമ്പോൾ ടപ്പ് 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 എന്ന് വെച്ചിട്ടുണ്ടാകും. പഴയ സിനിമയെല്ലാം കണ്ടാൽ അറിയാം, ഈ കുതിരയൊക്കെ വരുന്നതിന് ശബ്ദമാണ് ഉണ്ടാവുക, ടപ്പ് 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 എന്നുള്ള ശബ്ദം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദം 6-7 കഴുതകൾ നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഉൻകെ പീച്ചെ, അവയ്ക്ക് പിന്നിലായിട്ട് ചൽത്തായിക്ക് ബദൻ ഉഖാഡെ കുമാർ. അദ്ദേഹത്തിൻ്റെ ആ കഴുതകളുടെ പിന്നിലായി നടന്നു വരുന്നു ബദൻ ശരീരം, ബദൻ ഉഖാഡെ, അതായത് ഷർട്ട്ലെസ് ആയിട്ട്, ഷർട്ടൊന്നും ഇടാത്ത ഒരു കുമാർ എന്ന് പറഞ്ഞാൽ മൺപാത്ര നിർമ്മാണക്കാരൻ, മൺപാത്രം ഉണ്ടാക്കുന്ന ആൾ, വിൽക്കുന്ന ആളായാലും മതി, അയാളാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇയാൾ തലയിൽ മൺപാത്രം വെച്ചിട്ട് വരുന്ന ആളായിരിക്കും, അതുകൊണ്ടാണ് കുമാർ എന്ന് പറയുന്നത്. മൺപാത്രം വിൽക്കാൻ പോകുന്ന ഒരാൾ അവയ്ക്കിടയിലൂടെ നടന്നു വരുന്നു. ഇസി ദൃശ്യക്കെ പിച്ച്, ആ സീനിൻ്റെ ഇടയിലൂടെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ച്, കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികൾ. സ്കൂളി ബച്ച്, എൻ്റെ സ്കൂളിൽ നിന്നുള്ള വിശേഷമാണ്. ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ച്, 2 സ്കൂൾ കുട്ടികൾ, അവരുടെ പേരാണ് ബേല और സാഹിൽ. ഉൻ ദിനോ പെൻ മേ 5 പൈസേ മേ നീലി സ്യാഹി ഭരി ജാതി थी. അന്ന് സ്കൂളിൽ 5 പൈസക്ക് നീല നിറത്തിലുള്ള മഷി, നീലി സ്യാഹി, അവിടെ നീലി വിശേഷണമാണ്, നീലി സ്യാഹി ഭരി ജാതി, നീല മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. സ്റ്റേഷനറി കി ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തിത്തെ. സ്റ്റേഷനറി കടക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് പെന്നിൽ ഈ മഷി നിറച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഫുലേര ജംഗ്ഷനെ പറ്റിയുള്ള ഒരു വിവരണം മാത്രമേ ഉള്ളൂ. 2-3 വിശേഷണങ്ങളുണ്ട്, പിന്നെ ആ ഒരു ചോദ്യം, എവിടെയാണ് കഥ നടക്കുന്നതെന്നും അതിൻ്റെ സവിശേഷതയും. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. പെൻമേ കുച്ച് സ്യാഹി ബച്ചീത്തി, പെന്നിൽ കുറച്ച് മഷി അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടത്തിയ, അത് സാഹിൽ നിലത്തേക്ക്
ചിടക് ദിയ, മറച്ചു കളഞ്ഞു. അത് നമ്മൾ കുടഞ്ഞു കളയില്ലേ, അതിനെ ചിടക് ദിയ എന്ന് പറയാം. അപ്പോൾ സാഹിൽ ആ പെണ്ണിൽ, തൻ്റെ പെണ്ണിൽ അവശേഷിക്കുന്ന മഷി കൂടി അങ്ങോട്ട് കളഞ്ഞു. കാരണം എന്തുകൊണ്ട്, ആ പുതിയ മഷി നിറയ്ക്കുന്നില്ല ഏതായാലും. നെയ് സ്യാഹി ഭർവാനെ കേലിയെ ദോനോ ദുക്കാൻ पर पहुंचे. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കടയിൽ എത്തി. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा. സാഹിലിനാണ് മഷി നിറയ്ക്കണ്ടേ, പക്ഷേ പിന്നെ പീടികയിലെത്തിയ പാട്, കടയിലെത്തിയ പാട് സാഹിലിനേക്കാൾ മുന്നേ ബേല പറഞ്ഞു ഒരു പെണ്ണ് മഷി നിറച്ചതാ. ഏക് പെൻ സ്യാഹി ബർദോ, ഒരു പെണ്ണ് മഷി നിറച്ചതാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ബേട്ട സ്യാഹി കി ബോത്തൽ അബി അബി കാലി ഹോ ഗയി ഹെ, അബ് തോ കൽ ഹി മിൽ പായേഗി. അതാരാ പറഞ്ഞിട്ടുണ്ടാവുക, കച്ചവടക്കാരൻ അല്ലേ. ബേട്ട, ബേട്ടാന്ന് സ്നേഹം കൊണ്ട് വിളിക്കുന്നില്ല, ബേട്ട കുട്ടികളെ അങ്ങനെ വിളിക്കില്ല നമ്മൾ, എടാന്നൊക്കെ വിളിക്കുന്നില്ല പെൺകുട്ടികളെ, അതുപോലെ തന്നെ ബേട്ട സ്യാഹിക്ക് ബോത്തൽ അബി അബി കാലി ഹോ ഗയി ഹെ. ഇപ്പം മഷിയുടെ കുപ്പി, സ്യാഹിക്ക് ബോത്തൽ, മഷിയുടെ കുപ്പി ഇപ്പം അബി അബി ഇപ്പോഴാണ് കാലിയായത്, തീർന്നു പോയത്. അബ് തോ കൽ ഹി മിൽ പായേഗി, ഇനി നാളെ കിട്ടുള്ളൂ. लेकिन इसने तो पेन में जो स्याही बची थी उसे भी ज़मीन पर छिड़क दिया. പക്ഷേ ഇവൻ എന്ത് ചെയ്തു, ഇവൻ എന്ത് ചെയ്തു, പെൻമേ ജോ സ്യാഹി ബച്ചി തീ, പെന്നിൽ ബാക്കി ഉണ്ടായിരുന്ന മഷി കൂടി ജമീൻ पर छिड़क दिया, നിലത്തേക്ക് അങ്ങ് ഒഴിച്ചു കളഞ്ഞു, കുടഞ്ഞു കളഞ്ഞു. ബേല പറഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ. മേഘങ്ങളെ കണ്ടിട്ട് കുടമുടച്ച് കളയാൻ പാടില്ല. അപ്പം മേഘങ്ങൾ ആകാശത്ത് കണ്ടാൽ വെള്ളം കൊണ്ടുവരുന്ന പാത്രം, അതാണ് കുടം എന്ന് ഉദ്ദേശിക്കുന്നത്. വെള്ളം കൊണ്ടുവരുന്ന പാത്രം ആരെങ്കിലും കമത്തി കളയോ? ആകാശത്ത് മേഘങ്ങളുണ്ട് എന്ന് വെച്ചാൽ എല്ലാ മേഘങ്ങളും പെയ്യുക, അത്ര വരെ കുടിവെള്ളത്തിന് പ്രശ്നമായതുകൊണ്ട് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഉപയോഗിക്കൽ. അപ്പം മേഘങ്ങൾ ആകാശത്ത് കണ്ടപാട് മഴ പെയ്യും വിചാരിച്ചിട്ട് ഉള്ള വെള്ളമെല്ലാം മറിച്ച് കളഞ്ഞാൽ, കുടവും പൊളിച്ച് കൊണ്ടുവരുന്ന പാത്രവും പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അഥവാ മഴ പെയ്തില്ലെങ്കിൽ എല്ലാ മേഘങ്ങളും പെയ്യൂലല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്, ആകാശത്ത് മേഘങ്ങളെ കണ്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ഒരു കാര്യം കിട്ടുന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ കയ്യിലുള്ളത് കളയാൻ പാടില്ല. അതാണ് ആ കച്ചവടക്കാരൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, കച്ചവടക്കാരനായ ആ സഹോദരൻ പറഞ്ഞു. അവർ പൂച്ച, എന്നിട്ട് അയാൾ ചോദിച്ചു, കോൺസീമേ പഠിത്തേ ഹോ, എത്രയിലാ പഠിക്കുന്നത് ചോദിക്കൂലേ, എത്രയിലാ പഠിക്കുന്നത്? 5वीं 5ൽ. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. സാഹിൽ വളരെ മോശമായ മനസ്സോടുകൂടിയാണ് പറഞ്ഞത്, തീരെ താല്പര്യമില്ലാണ്ടാണ് പറഞ്ഞത്. അതായത് 5ാം ക്ലാസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാപമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, 5ാം ക്ലാസ്സിൽ എന്നുള്ളത്. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുകയാണ് കച്ചവടക്കാരൻ, ദോനോ, രണ്ടാളും ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. हाँ दोनों, और हम दोनों का सेक्शन भी एक ही है. ए बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. അപ്പോൾ ബേല എന്താ പറയുന്നത്, രണ്ടാളും ചോദിച്ചപ്പോൾ ബേല ആ രണ്ടാളും, പിന്നെ നമ്മൾ രണ്ടാൾ സെക്ഷൻ, അതായത് ഡിവിഷനും ഒന്ന് തന്നെയാണ്. നമ്മൾ രണ്ടാൾ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ബേല വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ടാളും ഒരേ ഡിവിഷനിൽ പഠിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണെന്നുള്ള രീതിയിലാണ് ബേല ഉത്തരം പറഞ്ഞത്. ക്ലാസ് മേ ദോനും പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്തായിരിക്കാറ്. കോപ്പി മേ കാം കർത്തേ തോ ദോനും കോപ്പി മേ കാം കർത്തേ थे. കോപ്പിയിലാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്, രണ്ടുപേരും കോപ്പിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. കിതാബ് പഠിത്തേ തോ ദോനും കിതാബ് പഠിത്തേ. ഇനി പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടാളും പുസ്തകം വായിക്കും. ബൽക്കി പാട് भी एक ही പഠിത്തേ, പാടും ഒന്ന് തന്നെ വായിക്കും. സാഹിൽ ചമക്കുടി सन 57 में वो तलवार पुरानी थी पढ़ता तो बेला भी ചമക്കുടി सन 57 में वो तलवार पुरानी थी पढ़ती. അതായത് അത് ജാൻസി കി റാണി എന്നുള്ള ഒരു കവിതയുടെ 2 വരിയാണ്. അതായത് എന്താണ്, ബേല പിന്നെ സാഹിൽ ചെയ്യുന്നത് തന്നെ ബേല ചെയ്യും. ഒരാൾ കോപ്പി എഴുതാം, മറ്റേ കോപ്പി എഴുതും. ഇനി പുസ്തകം വായിക്കലൊന്നല്ല, ഏത് പാഠമാണോ ഏത് വരിയാണോ വായിക്കുന്നത് അത് തന്നെയാണ് മറ്റേ വായിക്കുക. അപ്പോൾ ബേല ഈ വരി വായിക്കുമ്പോൾ ചമക്കുടി सन 57 में वो तलवार पुरानी थी എന്നാണ് വായിച്ചതെങ്കിൽ മറ്റേ അത് തന്നെ വായിക്കും. അപ്പോൾ അങ്ങനെയാണ് അവർ രണ്ടുപേരും ഒരേ കാര്യമാണ് എപ്പോഴും ചെയ്യുക എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ബേല കഹത്തി, ബേല പറയുമായിരുന്നു, ബേല കഹത്തി, സാഹിലാണെങ്കിൽ സാഹിൽ കഹത്ത, ശ്രദ്ധിക്കുക. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. ബഹൻജി ആയെ മറ്റായിരിക്കും വിളിക്കുന്നത്. സഹോദരി വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ ചോദിക്കുകയാണോ, വെള്ളം കുടിക്കാൻ പോകാൻ വേണ്ടി അനുവാദം ചോദിക്കുകയാണ്. സാഹിൽ ബി, അപ്പോൾ സാഹിലും പറയും ബഹൻജി പാനി പീനെ ചല ജാവും, വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രാമർ, അതായത് ബേല പറയുമ്പോൾ എന്താണ്, ബഹൻജി പാനി പീനെ ചലി ജാവും. സാഹിൽ പറയുമ്പോൾ ചലാ ജാവും. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രാമറാണ്, ഓർമ്മ വേണം, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി അടുത്ത ഭാഗം വേറെയാണ്. ഈ ഇത് പ്രത്യേകിച്ച് കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ ഈ ഭാഗത്ത്
ആ ബേലയും സാഹിലും ദുക്കാൻദാറും തമ്മിലുള്ള സംഭാഷണം. വേണമെങ്കിൽ അവിടെ ഒരു പട്കഥയും ഉണ്ടാക്കാം. പട്കഥക്കുള്ള ഒരു സ്കോപ്പ് അവിടെയുണ്ട്, സംഭാഷണമുണ്ട്. അപ്പോൾ ആ സംഭാഷണം 3 പേരും കൂടുന്ന ഒരു സംഭാഷണം തയ്യാറാക്കാൻ വേണ്ടി പറ്റും. പരീക്ഷയ്ക്ക് നമുക്ക് എളുപ്പമാണത്. മറ്റു കാര്യമായിട്ടൊന്നും ഈ ഭാഗത്ത് ചോദ്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ശരി എന്നാൽ.